warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇസ്ലാം എന്നത് കേവലം ഒരു മതമല്ല, അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പൂർണ്ണ ജീവിത രീതിയാണ്. ഇസ്ലാമിൻ്റെ ജീവൻ ഹൃദയത്തിൽ ഇസ്ലാമിൻ്റെ ആത്മാവ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണെന്ന് നമുക്കറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇസ്ലാമിൻ്റെ ആത്മാവ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണെന്ന് നമുക്കറിയാം. ലോകത്തെ എല്ലാം സൃഷ്ടിച്ച ഒരേ ഒരു ദൈവം അള്ളാഹു തന്നെയാണ്. അവനിൽ മാത്രം വിശ്വസിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹു പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവൻ സർവാശ്രയനായ യജമാനനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി യാതൊരുവൻ ഇല്ലതാനും. ഇസ്ലാമിൻ്റെ ആത്മാവ് അതിലും അപ്പുറം വ്യാപിക്കുന്നു. അത് ദയ, കരുണ, നീതി, സാഹോദര്യം എന്നീ മൂല്യങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നതും ഇതുതന്നെയാണ്. മനുഷ്യരോട് നല്ലത് ചെയ്യുക, ദുർബലരെ സഹായിക്കുക, അന്യായം ചെയ്യാതിരിക്കുക. ഇസ്ലാമിൻ്റെ ആത്മാവ് ഹൃദയത്തിലെ ഈമാനാണെന്ന് പറയാം. ഈമാനുള്ള ഹൃദയത്തിൽ ഇസ്ലാമിൻ്റെ ആത്മാവ് ഹൃദയത്തിലെ ഈമാനാണെന്ന് പറയാം. ഈമാനുള്ള ഹൃദയത്തിൽ ദേശത്തിനോ അഹങ്കാരത്തിനോ സ്ഥലമില്ല, മറിച്ച് അവിടെ ഉണ്ടാകുന്നത് സ്നേഹവും ക്ഷമയുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളോട് ആദരവോടെ പെരുമാറുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അസത്യത്തിൽ നിന്നും അകലം പാലിക്കുക, സൗഹൃദവും ക്ഷമയും സമാധാനവും സൗഹൃദവും നിലനിർത്തുക. ഇതാണ് ഇസ്ലാമിൻ്റെ ജീവൻ. ഇവയില്ലാത്ത ഇസ്ലാം വെറും പേരിൽ മാത്രം മതമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ നടപ്പാക്കുമ്പോഴാണ് ഇസ്ലാം ജീവിക്കുന്നത്. ഒരു വാക്കിലൂടെ, ഒരു പുഞ്ചിരിയിലൂടെ, ഒരു നല്ല വാക്കിലൂടെ പോലും നമുക്ക് ഇസ്ലാമിൻ്റെ ആത്മാവ് പ്രചരിപ്പിക്കാം. ഒരു മനുഷ്യനെ സഹായിക്കുന്നത്, ഒരു ജീവനെ രക്ഷിക്കുന്നത്, അതുതന്നെ ആരാധനയാണ്. അവസാനമായി കുട്ടികളായ നമുക്ക് ഇസ്ലാമിൻ്റെ ആത്മാവായ സ്നേഹം, കരുണ, നീതി, സാഹോദര്യം, സത്യസന്ധത എന്നിവ ലോകത്താകമാനം പ്രചരിപ്പിക്കാൻ കഴിയട്ടെ. നമ്മുടെ പ്രവർത്തികളിലൂടെയും വാക്കുകളിലൂടെയും ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.